നായിക, ദിലീപേട്ടനെ, അങ്ങനെ കുറേ ആളുകൾ. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണം വരുന്നത്. അപ്പോൾ അദ്ദേഹം എനിക്ക് കാറിൽ പുള്ളിങ്ങനെ കൈ കുത്തി ഇങ്ങനെ നിൽക്കും, ഇത് മാറുന്നില്ല. നമ്മുടെ നാടകം കാണാൻ വന്നത് അവർ പാർട്ടി പരിപാടിയൊക്കെ രാജേട്ടൻ അവർക്ക് ചിലവൊക്കെ ഉണ്ടാകും, എല്ലാം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ എല്ലാം കഴിച്ചിട്ട് വന്ന് നാടകം കാണായിരുന്നു. അപ്പോൾ പുള്ളി കൈ എന്നാ ചെയ്യണം, ഒരു രക്ഷയെടുത്ത് കൈ പുള്ളി വെക്കുന്നതും പിടിക്കുന്നതല്ല, ഇങ്ങനെ കൈ ഇങ്ങനെ നിന്ന കൈ വെച്ചാലും അതിലേക്ക് പുള്ളി പറഞ്ഞു ഇത് കയ്യിൽ നിന്ന് പോകുന്നില്ലല്ലോ. കാറിൽ ഞാൻ എന്റെ കറക്റ്റ് ഞാൻ പുള്ളിയെ കാണുന്നിങ്ങനെ കാറിൽ പോകുന്നില്ലോ എന്ന് പറഞ്ഞത്. അതെ. എന്നിട്ട് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം തോന്നുന്നത് അന്ന് ലാൽജോ സാർ നാടകം കാണാൻ വന്നിട്ട്, അതൊരു കപ്പലിന്റെ കഥയാണ്. ആൻഡമാനിലേക്ക് ഒരു സ്നേഹയാത്ര എന്ന് പറഞ്ഞ നാടകം. ഒരുത്തിന് ഞങ്ങൾ 2 സുഹൃത്തുക്കൾ, അതിലൊരാൾക്ക് സമ്മാനം അടിച്ചിട്ട് ഷർട്ട് മേടിക്കുക ഒരു കൂപ്പൺ കിട്ടും. അത് കൂപ്പൺ പൂരിപ്പിച്ചിരുമ്പോൾ അതിൽ സമ്മാനം അടിക്കുക. ആൻഡമാൻ ഷാഹായ് ദുബായിലേക്ക് 3 സൗജന്യ ട്രിപ്പ്. അത് കൂട്ടുകാരനാണ് കിട്ടുന്നത്, 2 പേർക്ക് പോകും. അപ്പൊ കൂട്ടത്തിൽ അബ്ദു എന്ന് പറഞ്ഞാൽ അവന്റെ ഏറ്റവും ഇന്റിമേറ്റ് കൂട്ടുകാർ എഴുതാൻ വായിക്കാനുണ്ട്, എന്നെ കൊണ്ട് പോകുന്ന അതാണ് നടന്നത്. അപ്പൊ കപ്പലാണ് കാണിക്കുന്നത്. ബോട്ടലൊക്കെ ഇങ്ങനെ പിടിച്ചു നോക്കുകയാണ് ലാൽജു സാർ വന്നത്. വെളിയിൽ നോക്കുമ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് കപ്പലിന്റെ ടൈറ്റാനിക് പോലെ, അതുപോലെ സാധനങ്ങള് റൗണ്ടിനകത്ത് അങ്ങ് കാണുന്നത്. ഞാൻ 100 വർഷം ഒരു തന്നെ കൊടുക്കുന്ന നാടകം ചെയ്യാൻ നിൽക്കരുത് ലാൽജു സാർ. അത് അന്ന് ഇങ്ങനെ ഇങ്ങനെ ഓർക്കുന്നുണ്ട്.